എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി. ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ ആണ് ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി, 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. ഓപ്ഷൻ ബി, ടയലിൻ. ടയലിൻ ആണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, മണിപ്പൂർ. മണിപ്പൂറാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ ഡി, 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1900. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം. ഓപ്ഷൻ ഡി, 7. നിർവീര്യവസ്തുവിൻ്റെ pH മൂല്യം 7. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത്? ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? ഓപ്ഷൻ എ, DNA. DNA ആണ് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ പരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ പരിഷ്കാരം. ഓപ്ഷൻ എ, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ പരിഷ്കാരം. ഏഷ്യയിലെ ആദ്യ യുദ്ധക്കപ്പൽ രൂപകൽപ്പനാ കേന്ദ്രത്തിന് 2011 ജനുവരി 4 തറക്കല്ലിട്ടത് എവിടെയാണ്? ഏഷ്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പനാ കേന്ദ്രത്തിന് 2011 ജനുവരി 4 തറക്കല്ലിട്ടത് എവിടെ? ഓപ്ഷൻ എ, കേരളം. കേരളത്തിലായിരുന്നു ഏഷ്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പനാ കേന്ദ്രത്തിന് 2011 ജനുവരി 4 തറക്കല്ലിട്ടത്.
സംയോജക ഇലക്ട്രോൺ എന്നാൽ എന്താണ്? സംയോജക ഇലക്ട്രോൺ എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി, ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ. ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് സംയോജക ഇലക്ട്രോൺ എന്നാൽ. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്. ഓപ്ഷൻ സി, ഒ ഗ്രൂപ്പാണ് ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്, ഒ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഓപ്ഷൻ സി, ഉലുവ. ഉലുവയാണ് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഇന്ത്യയിൽ വ്യാപാരത്തിനായി ഏറ്റവും അവസാനമെത്തിയ വിദേശികൾ. ഇന്ത്യയിൽ വ്യാപാരത്തിനായി ഏറ്റവും അവസാനമെത്തിയ വിദേശികൾ. ഓപ്ഷൻ എ, ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ വ്യാപാരത്തിനായി ഏറ്റവും അവസാനമെത്തിയ വിദേശികൾ. ഇന്ത്യയിൽ ആദ്യത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്? ഓപ്ഷൻ എ, എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. ഇന്ത്യക്കാർക്ക് ഭരണാധികാരം കൈമാറുമെന്ന് 1947 ജൂൺ 3 പ്രഖ്യാപിച്ച വൈസ്രോയി. ഇന്ത്യക്കാർക്ക് ഭരണാധികാരം കൈമാറുമെന്ന് 1947 ജൂൺ 3 പ്രഖ്യാപിച്ച വൈസ്രോയി. ഓപ്ഷൻ സി, മൗണ്ട് ബാറ്റൺ. ഇന്ത്യക്കാർക്ക് ഭരണാധികാരം കൈമാറുമെന്ന് 1947 ജൂൺ 3 പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യയിൽ ഹരിതവിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ ഹരിതവിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ഡി, സി സുബ്രഹ്മണ്യം. സി സുബ്രഹ്മണ്യമായിരുന്നു ഇന്ത്യയിൽ ഹരിതവിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, DS കോത്താരി. DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സ്ഥാപിതമായ വർഷം. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ സി, 1957. 1957 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സ്ഥാപിതമായത്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ എ, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം. അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി, കന്യാകുമാരി. കന്യാകുമാരിയാണ് അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം.
ഓപ്ഷൻ എ 1964. 1964 അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ടത്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243H വരെയുള്ള ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243H വരെയുള്ള ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ പഞ്ചായത്തുകൾ. പഞ്ചായത്തുകളെ പറ്റിയാണ് ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243H വരെയുള്ള ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത്. സാധാരണ അന്തരീക്ഷ താപനിലയിലും ബാഷ്പീകരിച്ചു പോകുന്ന മൂലകമേത്? സാധാരണ അന്തരീക്ഷ താപനിലയിലും ബാഷ്പീകരിച്ചു പോകുന്ന മൂലകം ഓപ്ഷൻ ഡി പൊളോണിയം. പൊളോണിയമാണ് തന്നിരിക്കുന്നവയിൽ സാധാരണ അന്തരീക്ഷ താപനിലയിലും ബാഷ്പീകരിച്ചു പോകുന്ന മൂലകം. മസ്തിഷ്കത്തിലെ ഇടത് അർദ്ധഗോളത്തെയും വലത്തെ അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല. മസ്തിഷ്കത്തിലെ ഇടത് അർദ്ധഗോളത്തെയും വലത്തെ അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല. ഓപ്ഷൻ ബി കോർപ്പസ് കോളോസം. കോർപ്പസ് കോളോസമാണ് മസ്തിഷ്കത്തിലെ ഇടത് അർദ്ധഗോളത്തെയും വലത്തെ അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് എന്നാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഡിസംബർ 22. ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾ. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾ. ഓപ്ഷൻ ബി കാറ്റയോണുകൾ. കാറ്റയോണുകളാണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾ. ഇന്ത്യയുടെ പ്രഥമ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി റിസാറ്റ് 1. റിസാറ്റ് 1 ഇന്ത്യയുടെ പ്രഥമ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം. ഓപ്ഷൻ സി മേഘാട്രോപിക്സ്. മേഘാട്രോപിക്സ് ആണ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി വില്യാർഡ് ഫ്രാങ്ക് ലിബി. വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി താലൂക്ക്. താലൂക്കാണ് തന്നിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം. ഓപ്ഷൻ സി 4. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ 4 ഇരുമ്പ് ആറ്റങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. ഓപ്ഷൻ ബി 1977. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത്.
ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുന്നത്? ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി ഫെബ്രുവരി 27. ഫെബ്രുവരി 27-നാണ് ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻ സി ഹെൻറി ഡേവിഡ് തോറോ. ഹെൻറി ഡേവിഡ് തോറോയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകൻ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ഡി റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകൻ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം? തന്നിരിക്കുന്നവയിൽ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം? ഓപ്ഷൻ ഡി കെവ്ലർ. കെവ്ലർ ആണ് തന്നിരിക്കുന്നവയിൽ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UN ആചരിക്കാൻ തുടങ്ങിയ വർഷം? ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UN ആചരിക്കാൻ തുടങ്ങിയ വർഷം? ഓപ്ഷൻ ഡി 2007. 2007 മുതലാണ് ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UN ആചരിക്കാൻ തുടങ്ങിയത്. ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നത് ഏത് തത്വത്തിന് അടിസ്ഥാനത്തിലാണ്? ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നത് ഏത് തത്വത്തിന് അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ തത്വത്തിന് അടിസ്ഥാനത്തിലാണ്. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ സി ആക്ടിനോമീറ്റർ. ആക്ടിനോമീറ്റർ ആണ് സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസായ ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്? പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസായ ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 1862. 1862 പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസായ ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്. 1928 കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രസിഡന്റ്? 1928 കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു 1928 കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രസിഡന്റ്. വിഷാദത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത്? വിഷാദത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത്?
ഓപ്ഷൻ എ രാജലക്ഷ്മി. വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ. ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴിയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 101. ഭരണഘടനാ ഭേദഗതി 101 GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.